ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ഒരുക്ക ശുശ്രൂഷയുടെ 13-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം അമ്മയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൃപ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് മിനിറ്റുകൾ കളയാനില്ല, മണിക്കൂറുകൾ കളയാനില്ല, സമയം വ്യർത്ഥമാക്കാനില്ല. പുണ്യങ്ങൾ എന്തുമാത്രം അഭ്യസിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പറ്റുമോ, നമ്മുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ തലമുറകളുടെ ആത്മരക്ഷയ്ക്കും നമ്മുടെ മക്കളുടെ ആത്മരക്ഷയ്ക്കായിട്ട് എന്തുമാത്രം പുണ്യം അഭ്യസിച്ച് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ പറ്റുമോ, അതിന് ദൈവം കനിഞ്ഞു തന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു ദൈവമക്കൾ പോലും വെറുതെ സമയം കളയരുത്. ഓരോ പ്രവൃത്തിയും പുണ്യം അഭ്യസിച്ച് സ്വർഗത്തിൽ സമർപ്പിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മ മാതാവ് നമ്മുടെ മധ്യസ്ഥയാണ് എന്നതിനെക്കുറിച്ച്. ഒരു നിമിഷം നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക കെട്ടുകൾ, ബുദ്ധിയുടെ മേഖലയിൽ, നാവിൻ്റെ മേഖലയിൽ, മനസ്സിൻ്റെ മേഖലയിൽ, ഹൃദയത്തിൻ്റെ മേഖലയിൽ, നമ്മുടെ ശിരസ് മുതൽ നമ്മുടെ ഉച്ചക്കാല് വരെ, പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ മേഖലയിൽ തിന്മയുടെ അരൂപികളുണ്ട് അത് മുഴുവനും കെട്ടഴിഞ്ഞു മാറണം. തലമുറകളിലൂടെ കൈമാറ്റപ്പെട്ട മുഴുവനും കെട്ടുകൾ അഴിയപ്പെടണം. ഈ നിമിഷം നമ്മൾ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, എഴുന്നേറ്റ് നിൽക്കാം, ആഗ്രഹത്തോടെ സ്നേഹത്തോടു കൂടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വരമാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണട്ടോ. ആത്മാവില്ലാതെ നമുക്കൊന്നും പറ്റില്ല മക്കളെ. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. നമ്മളെ സകല കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി ധരിക്കുമ്പോഴാ നമ്മളെല്ലാം ഉണർന്നെഴുന്നേൽക്കുക. സ്ലീഹന്മാരിലേക്ക് വന്ന ശക്തിയുടെ വലിയൊരു അഭിഷേകം, അഗ്നിയുടെ വലിയൊരു അഭിഷേകം ഇന്നും സഭയിലേക്ക് വരണം, കുടുംബങ്ങളിലേക്ക് വരണം, ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളിലേക്കും വരണം. സകല മേഖലയിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു നിറവ് വരാൻ, ശക്തി വന്ന് നിറയുവാൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും. കർത്താവ് അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും നമ്മളെ സ്നാനപ്പെടുത്തും. കർത്താവേ, ഈ നിമിഷം നിന്റെ അഗ്നി ഇറക്കണമേ, നിന്റെ ശക്തി ഇറക്കണമേ, നിന്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ വലിയ ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഉറക്കെ സ്തുതിച്ച് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആഗ്രഹത്തോടെ ഒരുമിച്ച് പാടാം. അഭിഷേകം അഗ്നി
വിശുദ്ധിതനഭിഷേകം ദാസരിലേകണമേ. ശക്തിധനഭിഷേകം അഗ്നിധനഭിഷേകം വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഹല്ലേലൂയ. ശക്തിധനഭിഷേകം അഗ്നിധനഭിഷേകം വിശുദ്ധിധനഭിഷേകം ദാസരിലേകണമേ. ഏലിയായിൽ നിറഞ്ഞവനെ ഏലീശായിൽ കവിഞ്ഞവനെ. ഏലിയായിൽ നിറഞ്ഞവനെ ഏലീശായിൽ കവിഞ്ഞവനെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിധനഭിഷേകം ശക്തിധനഭിഷേകം ആമേൻ ആമേൻ അഗ്നിധനഭിഷേകം ആമേൻ ആമേൻ വിശുദ്ധിധനഭിഷേകം ആമേൻ ആമേൻ. ദാസരിലേകണമേ. ആഗ്രഹിച്ച മക്കളെ ശക്തിധനഭിഷേകം ആമേൻ ആമേൻ. അഗ്നിധനഭിഷേകം ആമേൻ ആമേൻ. വിശുദ്ധിധനഭിഷേകം ആമേൻ ആമേൻ. ദാസരിലേകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ നിമിഷം ഞങ്ങളിലേക്ക് നിറയണമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിറയണമേ. ആത്മാവ് അഗ്നിയായിട്ട് ആത്മാവ് ശക്തിയായിട്ട് ഈ നിമിഷം വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനത്തിന്റെ വലിയൊരു ശക്തി ഈ നിമിഷം ഞങ്ങളില് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മുഴുവനും മക്കളിലേക്ക് നിറയാനായി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് ആഗ്രഹത്തോടെ വിളിക്കട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ഒരുമിച്ചുറക്കപ്പെടാമോ? ശക്തിധനാഭിഷേകം ആമേൻ ആമേൻ. അഗ്നിധനാഭിഷേകം ആമേൻ ആമേൻ. വിശുദ്ധിധനാഭിഷേകം ആമേൻ ആമേൻ. ദാസരിലേകണമേ. ഹല്ലേലൂയ. ശക്തിധനാഭിഷേകം ഹല്ലേലൂയ. അഗ്നിധനാഭിഷേകം ഹല്ലേലൂയ. വിശുദ്ധിധനാഭിഷേകം ഹല്ലേലൂയ. ദാസരിലേകണമേ. ശക്തിയുടെ അഭിഷേകത്താല് ദാസരിലേകണമേ. ദാസരിലേകണമേ. കരമുയർത്തി ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം കണ്ണടയ്ക്കാം മക്കളെ. അമ്മ മാതാവിന്റെ ആ വിമല ഹൃദയം നിങ്ങളൊന്ന് കണ്ടേ. പരിശുദ്ധി അമ്മയുടെ വ്യാകുല ഹൃദയത്തിൽ 7 വാള് കുത്തി നിൽപ്പുണ്ട്. ഇതുപോലെ തന്നെ ജീവന്റെ തുടുപ്പുള്ള ആ ഹൃദയം, കൃപ മുഴുവനും നിറയപ്പെട്ട ഹൃദയം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ മുഴുവനും നിറയപ്പെട്ട ഹൃദയം, ദൈവാനുഗ്രഹങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം, ദൈവം കുടികൊള്ളുന്ന, ദൈവ സാന്നിധ്യം കുടികൊള്ളുന്ന വാഗ്ദാന പേടകം മക്കളെ ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ച്. നമുക്ക് യോഗ്യത ഇല്ലായിരിക്കാം മക്കളെ, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ പറ്റാത്തൊരവസ്ഥയായിരിക്കാം, കഠിനമായ നിരാശ കാണും, കഠിനമായിട്ടുള്ള വെറുപ്പ് കാണും, താല്പര്യം ചിലപ്പോൾ കാണില്ലായിരിക്കാം. എന്നാലും ഒന്ന് കണ്ണടച്ച് അമ്മയുടെ ആ ഹൃദയം കണ്ട് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ, എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അല്ല ഞാൻ ജീവിച്ചു പോകുന്നത്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്നെ തന്നെ വെറുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, എന്നെ സഹായിക്കാൻ അമ്മ മാത്രമേ ഉള്ളൂ, എന്നെ കൈവിടല്ലേ അമ്മേ,
ഈ ഭൂമിയില് ഞാൻ ഒത്തിരിയേറെ പ്രലോഭനത്തിൽ അകപ്പെട്ട് വീണുപോയിക്കൊണ്ടിരിക്കുക. എന്നെ തള്ളിക്കളയല്ലേ അമ്മേ, എന്നെ ഉപേക്ഷിക്കല്ലേ അമ്മേ. ഞങ്ങളുടെ കുടുംബം തകർന്നു പോകാൻ ഇടയാകല്ലേ അമ്മേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വീണു പോകാൻ ഇടയാകല്ലേ അമ്മേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണേ അമ്മേ. ഈ കുഴിയിൽ നിന്ന് ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ ഒന്ന് ഉയർത്തണേ അമ്മേ. ഈശോയുടേതാക്കി ഞങ്ങളെ ഒന്ന് മാറ്റണേ അമ്മേ. പാപമില്ലാത്ത എൻ്റെ അമ്മേ, പാപത്തിന്റെ ഒരല്പം പോലും കണിക കടന്നു വരാത്ത എൻ്റെ അമ്മേ, ഉത്ഭവപാപം ജന്മപാപമില്ലാത്ത എൻ്റെ അമ്മേ, ഈ പാപികളായ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് മാധ്യസ്ഥം വഹിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തെങ്കിൽ അഭയത്തിനായിട്ട് ഓടി അണയുക. പാപികളായ ഞങ്ങളുടെ മേൽ അലിവായിരുന്നു അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഒന്ന് അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത എൻ്റെ അമ്മേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുടില തന്ത്രങ്ങളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഈ നിമിഷം തകർത്ത് കളയണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധങ്ങൾ, ദുരന്തം, കലഹം ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷകയായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ച് ആ ഹൃദയം കണ്ടിട്ട് ഇങ്ങനെയൊന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ, അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. മിസ്റ്റർ മോൺഫോർട്ട് പറഞ്ഞത് പ്രകാരമാണ്. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പറഞ്ഞത് പ്രകാരമാണ്. അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാ. എൻ്റെ കുടുംബം പൂർണ്ണമായും അമ്മയുടേതാ. തൊട്ടടുത്ത് നിൽക്കുന്ന ജീവിത പങ്കാളി പൂർണ്ണമായ അമ്മയുടേതാ. നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ പൂർണ്ണമായ അമ്മയുടേതാ. നിങ്ങളുടെ കാരണവന്മാർ പൂർണ്ണമായും അമ്മയുടേതാ. ഈ വീട് പൂർണ്ണമായ അമ്മയുടേതാ. ഞങ്ങളുടെ സകലതും പൂർണ്ണമായ അമ്മയുടേതാ. നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാം ഇതുപോലെ സമർപ്പിച്ചിട്ട് അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠാ ജപം ഈ നിമിഷം നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലാമോ? ദൈവമാതാവും അമലോത്ഭയുമായ പരിശുദ്ധ കന്യകാമറിയമേ, ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങയെ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സത്പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പരിശുദ്ധി അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, 13-ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ മക്കളെ? നമ്മൾ ഓരോ ദിവസവും പുണ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പുണ്യം അഭ്യസിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാ കുറച്ചെങ്കിലും പുണ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നു അനേകർക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന്. കാരണം എന്നോട് കുറച്ച് പേരൊക്കെ വിളിച്ചു പറയുന്നുണ്ട്, അച്ഛൻ നന്നായി പ്രാർത്ഥിക്കാൻ ഇപ്പം പറ്റി,
നന്നായിട്ട് പുണ്യങ്ങൾ ഞാനിങ്ങനെ ഇത്രയും നാളും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ എനിക്കത് കൃപയാക്കി മാറ്റാൻ പറ്റുന്നു എന്ന്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം സ്ത്രീജനങ്ങൾ പറയുന്നു, പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ അത് ഈശോയുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം അവർ പറയുക എനിക്കത് അതുകൊണ്ട് തന്നെ പൂർണ്ണതയിൽ അത് ചെയ്യാൻ പറ്റുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. ഈ 13-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ അഭിഷേകത്തിലേക്ക് വരാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വന്നോണം. കുമ്പസാരം, പരിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ടതാട്ടോ. പരിശുദ്ധ വചനവായന അത് നമ്മൾ മുടങ്ങരുത്. ഒത്തിരി തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അല്പസമയം അതിനു വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ എപ്പോഴും നന്മ നിറഞ്ഞ മറിയം വെച്ചല്ലോ, അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ജപമാല സമയം കണ്ടെത്തണം മക്കളെ. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാനോ ഭക്ഷണം വർജിക്കാനോ ഒക്കെ നമ്മൾ നോക്കണം. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മൾ ഈ പ്രതിഷ്ഠയിലൂടെ ഒത്തിരി ഈശോയോട് അടുക്കുക, സ്വർഗത്തോട് അടുക്കുക. ഇത് ഏതാനും കുറച്ച് ആളുകളല്ല. ഈ പ്രതിഷ്ഠ നടത്താൻ ആഗ്രഹിച്ച് തുടങ്ങിയത് ഒരാൾ പോലും ഇട്ടിട്ട് പോകരുത്. കാരണം അത് അമ്മയ്ക്ക് ഒത്തിരി വിഷമാണ്. അമ്മയുടെ വലിയൊരു കൊതിയാ മക്കളെ, അമ്മയുടെ വലിയൊരു ആഗ്രഹം. എൻ്റെ മക്കൾ 8-ാം തീയതി എൻ്റെ ജനന തിരുനാളിന് എനിക്ക് സമ്മാനം വേണം, എൻ്റെ മക്കളെ തന്നെ എനിക്ക് സമ്മാനമായിട്ട് കിട്ടണം. ഇത് അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ച്, നമുക്ക് ഒരു കുഞ്ഞുവാവയുണ്ട്, അതിൻ്റെ 1-ാം പിറന്നാൾ, ആദ്യമായി ഒരു കുഞ്ഞുവാവയുണ്ട്, അതിൻ്റെ 1-ാം പിറന്നാൾ നമ്മൾ ആഘോഷിക്കുക. നമ്മളെല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു, കേക്ക് മേടിക്കുന്നു, എന്നൊക്കെ കാര്യങ്ങളാണ്. ആ കൊച്ചിന് അന്ന് പ്രധാനമായൊരു നല്ലൊരു സമ്മാനം കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ തിരുനാൾ നമുക്കൊരു സമ്മാനം കൊടുക്കണം. നമ്മൾ ഇതുപോലെ സംരക്ഷിക്കുന്ന ഒരമ്മ, സഹരക്ഷകയായി തീർന്ന അമ്മ, നമ്മുടെ യഥാർത്ഥ അമ്മ, നമുക്ക് കൃപ തരുന്ന ഒരമ്മ, വരദാനങ്ങൾ തരുന്ന ഒരമ്മ. മക്കളെ, നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് അമ്മ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം കൊടുക്കണ്ടേ? നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കൊടുത്താൽ പോരാ, അമ്മയ്ക്കിഷ്ടമുള്ള കൊടുക്കണം. അമ്മയ്ക്കിഷ്ടം എന്താ? നമ്മളെ തന്നെയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പൂർണ്ണതയിൽ അത് കൊടുക്കണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 33 ദിവസം ഒരുങ്ങിയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം, സ്വർഗത്തിനുണ്ടാകുന്ന സന്തോഷം അത്ര വലുതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ ആരും മങ്ങിപ്പോകരുത്. നമ്മൾ പരസ്പരം പ്രാർത്ഥിച്ച് കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് വളർത്തുന്ന അനേകർ ഈ ശുശ്രൂഷയിലേക്ക് ഇപ്പോൾ അനേകർ തുടങ്ങിയിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. ഇങ്ങനെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ശുശ്രൂഷയിൽ പങ്കുചേരുക, അനേകരെ പങ്കു ചേർപ്പിക്കുക. അങ്ങനെ അവരും അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ അടുത്ത വിമല ഹൃദയ പ്രതിഷ്ഠയിൽ അവരും കൂടി പങ്കുചേരും. അവർക്ക് അമ്മയെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യം കൂടി ചെയ്യാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണമേ എന്നുള്ള കാര്യം ആരംഭത്തിലെ ഓർമ്മിപ്പിക്കുക. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. ഇന്ന് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ കന്യകാമറിയം മധ്യസ്ഥയാണ് എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ പരിശുദ്ധ അമ്മ മധ്യസ്ഥയാണെന്ന് പറയാൻ കാരണം? അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് മധ്യസ്ഥ എന്ന് വെച്ചാൽ എന്താണ്? മധ്യസ്ഥ എന്ന് വെച്ചാൽ നമുക്കറിയാം, മധ്യവർത്തിയായിട്ട് നിൽക്കുക. ആരുടെ ഇടയിലാണ് മധ്യവർത്തിയായിട്ട് നിൽക്കണ്ടേ? ദൈവത്തിൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും ഇടയിൽ മധ്യവർത്തിയായിട്ട് മധ്യസ്ഥയായിട്ട് നിൽക്കുക എന്നതാണ് മറിയത്തിൻ്റെ അല്ലെങ്കിൽ മറിയത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഒരേ സമയം തന്നെ ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവമക്കളുടെ ആവശ്യങ്ങൾ മുഴുവനും സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും അതേസമയം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹിതവും അതിനെക്കുറിച്ച് എന്താണോ അത് മുഴുവനും സ്വീകരിച്ച് ദൈവം മക്കളെ അറിയിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എന്തെന്ന് വിളിക്കുന്നത്? മധ്യസ്ഥ എന്ന് വിളിക്കാനുള്ള കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവിടെ ഞാൻ വീണ്ടും പറയുവാണ്, ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വ്യക്തിയാണ് അമ്മ. എന്ന് വെച്ചാൽ വിശുദ്ധർ പറയുന്ന കാര്യം ഇതാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ബനവഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും സഹനങ്ങളും വേദനകളും കണ്ണീരും സങ്കടങ്ങളും
അമ്മ മുഴുവനും ശേഖരിച്ച് ദൈവപിതാവിന് സമർപ്പിക്കുന്നു. ആ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള കൃപകള് സ്വീകരിക്കുകയും ആ മക്കൾ ദൈവഹിതം എന്താണോ, ദൈവേഷ്ടം എന്താണോ അത് മനസ്സിലാക്കി അത് ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈ മക്കൾക്ക് കൊണ്ടുപോയി സമർപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് ഓരോ നിമിഷവും ഈ ഭൂമിയിൽ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന് വലിയൊരു അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയണോ? അത് മറ്റൊന്നുമല്ല, ഭൂമിയിലെ മക്കളുടെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള, ദൈവപിതാവിന് ഈശോയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവകാശം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കാനായിലെ കല്യാണം നോക്കിക്കേ. കാനായിലെ കല്യാണത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിനൊരു ആവശ്യം വന്നേക്കുക. ആ ആവശ്യം അറിയുന്ന വ്യക്തി പരിശുദ്ധി അമ്മയാ. മറ്റാരും മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ ആവശ്യം പരിശുദ്ധി അമ്മ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അമ്മ ചെയ്യുന്ന കാര്യം എന്താ? ആ ആവശ്യം എടുത്തുകൊണ്ട് പോയിട്ട് ദൈവപുത്രനോട്, തൻ്റെ മകന്റെ മുമ്പിൽ പോയിട്ട് പറയുവാണ്, അവർക്ക് വീഞ്ഞില്ല. ഇതെന്താണ്? മനുഷ്യന്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ പുത്രന്റെ ഹിതം, അപ്പന്റെ ഹിതം ഇതെന്താണ് എന്ന് അമ്മ മനസ്സിലാക്കി. എന്നിട്ട് അമ്മ പോയിട്ട് നേരെ പരിചാരകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഇതാണ് അമ്മയുടെ റോള്, മധ്യസ്ഥയുടെ റോളതാ. മനുഷ്യന് ആവശ്യങ്ങൾ എടുത്തുകൊണ്ടുപോയി മകന്റെ അടുത്ത് പറയുന്നു, മകന്റെ ആഗ്രഹം, ഹിതം എന്താണോ അത് പോയിട്ട് മക്കളോടും സംസാരിക്കുന്നു. അവർക്ക് വീഞ്ഞില്ല. ഈ ഭൂമിയില് മനുഷ്യകുലത്തിന്റെ ഏതൊക്കെ മേഖലയിലാണോ വീഞ്ഞ് തീർന്നു പോയേക്കണേ, ആ കാര്യം മുഴുവനും അമ്മ കണ്ടെത്തുക. എന്നിട്ട് അത് മുഴുവനും അമ്മ എടുത്തുകൊണ്ട് മകന്റെ എടുത്തുകൊണ്ട് പോയിട്ട് പറയുവാണ്, അവർക്ക് വീഞ്ഞില്ല. അതിനുശേഷം അമ്മ ചെയ്യുന്ന കാര്യം, അവിടെ നിന്ന് എല്ലാം സ്വീകരിച്ചുകൊണ്ട് മക്കളോട് പോയി പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യമാണ് പരിശുദ്ധി അമ്മ ഈ കാലഘട്ടത്തിൽ ശക്തമായിട്ടും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, പരിശുദ്ധി അമ്മ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 100 വർഷം നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏറ്റവും കൂടുതൽ അമ്മ പ്രത്യക്ഷപ്പെട്ടേക്കുക. നിങ്ങൾക്ക് അമ്മയുടെ സ്വരം മനസ്സിലാക്കണം. നിങ്ങൾ അമ്മയെ ഒന്ന് സ്നേഹിച്ചേ. നമ്മുടെയും ദൈവപിതാവിൻ്റെ ഇടയിൽ ഒരു അമ്മ നിപ്പുണ്ട്. നമ്മളും പണ്ടൊക്കെ കുടുംബത്തിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലൊരു ആവശ്യമുണ്ട്, ഒരു ചെറിയ കാര്യത്തിൽ പങ്കുചേരണം, അല്ലെങ്കിൽ ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്. നമുക്ക് പപ്പയോട് ഡാഡിയോടൊക്കെ പറയാൻ ഒരു മടിയാ. പക്ഷെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും? മമ്മിയോട് പറയും. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ദൈവപിതാവിനോട്, ഈശോയോട് പറയാൻ പലർക്കും മടിയാ. നമ്മൾ എന്ത് ചെയ്യണം? അമ്മയോട് പറഞ്ഞ്, അമ്മ ഇതപ്പം മേടിച്ചു തരും. നമ്മൾ കരയാൻ, നമ്മൾ സങ്കടപ്പെടാൻ, നമ്മൾ നിരാശയിൽ അകപ്പെട്ട് കിടക്കാൻ, നമ്മളിങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാൻ, നമ്മൾ ആകപ്പാടെ തളർന്ന്, ഇതിന് അമ്മ സമ്മതിക്കില്ലെന്ന്, അമ്മയ്ക്ക് ഇഷ്ടമല്ല. നമ്മൾ അമ്മയുടെ മക്കളാണെങ്കിൽ നമ്മൾ ഉയരണം, നമ്മൾ വളരണം, നമ്മൾ ഈശോയുടെ അടുത്തെത്ത്. ഇത് അമ്മയുടെ വലിയ കൊതിയാ മക്കളെ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധി അമ്മയ്ക്ക് മറ്റൊരു റോളുണ്ട്. അത് മറ്റൊന്നുമല്ല, ശക്തയായ വക്താവും അഭിഭാഷയും കൂടിയാ. പരിശുദ്ധി അമ്മ ശക്തമായിട്ടുള്ളൊരു വക്താവാ, 2 അഭിഭാഷക. എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ളൊരു വക്താവാണെന്ന് പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ അൽഫോൻസ് ലീഗോരി പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് പരിശുദ്ധി അമ്മ. ഇപ്പൊ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അമ്മ ഈ കൃപ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അപ്പനോട് പറയുന്ന, മകനോട് പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ രാജാവേ, തിരുസന്നിധിയിൽ നിന്റെ ദാസി കൃപ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന ഈ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ ആർക്ക് വേണ്ടി എല്ലാം അപേക്ഷിക്കുന്നുവോ അവർക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരന്റെ രക്തം ചിന്തിയല്ലോ. ആ മകൻ ഈശോ എൻ്റെയും മകനാണെന്ന് അങ്ങ് ഓർക്കണമേ. ആ തിരുരക്തത്തെയും എൻ്റെ രക്തക്കണ്ണീരിനെയും ഓർത്ത് അങ്ങേ മക്കളായ ഇവർക്ക് വേണ്ടി അങ്ങ് കരുണയായിരിക്കണമേ. എന്ന് വെച്ചാൽ അമ്മ മാതാവ് നിരന്തരം, പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് നിരന്തരം ഇതുപോലെ യാചന നടത്തിക്കൊണ്ടിരിക്കുക. കാരണം കൃപ കണ്ടെത്തിയവളായതുകൊണ്ട് അവൾക്കൊരു അവകാശമുണ്ട് അവിടെ പോയി യാചിക്കാൻ, അവിടെ പോയി പറയാൻ. അപ്പോൾ മക്കളായ നമുക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ പോയി പറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെ? എന്തിനെ പ്രതിയാ? തൻ്റെ മകൻ ചിന്തിയ രക്തം, തൻ്റെ രക്തക്കണ്ണീരിൻ്റെയും അനന്തയോഗ്യതയാ ഈ ഒരു കാര്യം എൻ്റെ ഈ കൊച്ചിന് സാധിച്ചു തരണം. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നമ്മളൊരു കാര്യം അമ്മയുടെ അടുത്ത് പറയുമ്പോൾ
നമുക്കൊരു ആവശ്യമുണ്ടെന്ന് നമ്മൾ അമ്മയുടെ അടുത്ത് വന്നാൽ മതി, പറയണ്ട. അമ്മയ്ക്കറിയാം. അമ്മ അപ്പ പോയിട്ട് ഈശോയുടെ അടുത്ത് പോയിട്ട് അപ്പനോട് പോയിട്ട് ഇങ്ങനെ പറയും, എൻ്റെ രക്തക്കണ്ണീരിനെ പ്രതിയും എൻ്റെ മകൻ ചിന്തിയ രക്തത്തെ പ്രതിയും ഈ കാര്യം എൻ്റെ മകന് കൊടുക്കണം. ഇത് പറയുമ്പോൾ ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയായിട്ടുള്ള അഭിഭാഷകയാ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണെങ്കിൽ പരിശുദ്ധി അമ്മ സർവശക്തയാ. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധി അമ്മ പറയുന്ന കാര്യം ദൈവത്തിന് നിഷേധിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരാൾ അമ്മയായി തീരുമ്പോൾ ആ അമ്മയ്ക്കൊരു അധികാരം ആരുടെ മേലുണ്ട്? മകന്റെ മേലുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവരെ, ഒരു മകൻ ചക്രവർത്തിയായിട്ട് ഇരിക്കട്ടെ, എന്നുണ്ടാവും ലോകത്തിലെ അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ബാക്കി എല്ലാവരും പ്രജകളാ. പക്ഷേ ആ ചക്രവർത്തിയുടെ അമ്മ ഒരിക്കലും പ്രജയല്ല, അമ്മയാ, ചക്രവർത്തിയുടെ അമ്മയാ. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണെങ്കിലും അല്ലെങ്കിൽ ഈശോ ദൈവമാണെങ്കിലും അത് മകനാ. ആ മകൻ ദൈവമാണെങ്കിലും ആ മകന്റെ മകളല്ല, മറിച്ച് ആ മകന്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മ ചെയ്യുന്ന കാര്യം നിരന്തരം ഈ അഭിഭാഷകയായിട്ട് ഈ മകന്റെ അടുത്ത് അപേക്ഷ നടത്തും. ആ അപേക്ഷകളൊന്നും മകൻ നിരസിക്കില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധാത്മാക്കൾ പറയുന്ന കാര്യപ്രകാരമാണ്. വിശുദ്ധാത്മാക്കൾ പറയുന്നു, മറിയത്തിന്റെ മാധ്യസ്ഥം ദൈവസന്നിധിയിൽ ശക്തവും ഫലദായകവുമാണ്. ശക്തമാണ്, ഫലദായകമാണ്. എന്തുകൊണ്ട്? അതിന് വലിയൊരു ഉത്തരമുണ്ട്. സ്വർഗത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഈ മകൻ, ഈ തിരുക്കുമാരൻ ഉപവിഷ്ടനായിട്ടിരിക്കുക. എങ്ങനെയിരിക്കുന്നേ? മഹത്വപൂർണമായ മനുഷ്യത്വത്തോടുകൂടി. അപ്പൊ എങ്ങനെയാ മനുഷ്യത്തെ സ്വീകരിച്ച്? അത് മറിയത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഈ മറിയം പറയുന്ന കാര്യം പുത്രന് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറിയത്തിന്റെ മാധ്യസ്ഥം ഫലദായകവും ശക്തവുമാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു കാര്യം കേട്ടെ. ഈശോ മിശിഹ പരിശുദ്ധ മറിയത്തെ തന്റെ അമ്മയായി നിശ്ചയിച്ചപ്പോൾ തന്നെ അവളുടെ മകൻ എന്ന നിലയിൽ ആ അമ്മയെ അനുസരിക്കാൻ സ്വയം കടപ്പെടുത്തി. അമ്മയെ അനുസരിക്കാൻ മകൻ തയ്യാറായേക്കുക. ദൈവ എന്നാലും വീണ്ടും പ്രിയപ്പെട്ടവരെ, റിച്ചാർഡ് പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, എല്ലാ വിശുദ്ധരും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് കഴിയുമ്പോൾ ഈശോ തൻ്റെ അമ്മയുടെ ഹിതത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞു. വീണ്ടും കേട്ടോ മക്കളെ, വിശുദ്ധ അന്തോണീസ് പറയുന്ന കാര്യപ്രകാരമാണ്, അനുഗ്രഹീതയായ കന്യകയുടെ പ്രാർത്ഥന ദൈവമാതാവിന്റെ പ്രാർത്ഥനയായതുകൊണ്ട് അത് ഒരു കൽപ്പനയുടെ സ്വഭാവം എടുക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന കാര്യം ഇതാണ്, കുഞ്ഞാട് അവൾക്ക് വിധേയപ്പെട്ട് അവളെ അനുഗമിച്ചു. എന്ന് വെച്ചാൽ മറിയത്തിന് വിധേയപ്പെടുകയും മറിയത്തിന്റെ ഹിതമാരായും മറിയത്തിന്റെ മുമ്പ് മറിയം പ്രാർത്ഥിക്കുമ്പോൾ അതൊരു കൽപ്പനയുടേതായ രീതിയിൽ ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുകയും ഈ മകൻ ഈ മറിയത്തെ അനുസരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറിയം ശക്തയായിട്ടുള്ള ഒരഭിഭാഷകയാണ്. മറിയത്തിന്റെ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഫലദായകവും ശക്തവുമാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് വിശുദ്ധര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് മിസ്റ്റർ ബ്രിജിറ്റിനോട് ഈശോ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈശോ ഇങ്ങനെയാണ് ബ്രിജിറ്റിനോട് പറഞ്ഞു, എൻ്റെ അമ്മ പറയുന്ന കാര്യം ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. എന്നിട്ട് പറയുവാണ്, കാരണം ഈ ഭൂമിയിൽ വെച്ച് ഞാൻ എന്തൊക്കെ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവ് പോലും ഇല്ലാത്ത രീതിയിൽ അമ്മ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്ന ഒന്നും ഞാൻ നിഷേധിക്കില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും മിസ്റ്റർ അൻസ്ലേം പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഈ അമ്മ മാതാവ് ഒരു കാര്യം അപ്പന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ അപ്പൻ അത് എതിർക്കില്ല. ഈ ലോകത്തിലെ ഏറ്റവും കഠിന പാപിയെടുത്ത് അമ്മ ഉയർത്തിയിട്ട് ഇത് വിശുദ്ധനാക്കണമെന്ന് പറഞ്ഞാൽ ദൈവപിതാവ് അത് ചെയ്യും. കാരണം ദൈവപിതാവിനറിയാം, അമ്മ ഒരാളെ ഉയർത്തിയാൽ അത് അയോഗ്യത മാറ്റിയെടുത്തിട്ടേ ഉയർത്തു.
അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്, ഈ ലോകത്തിലെ മനുഷ്യൻ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവമാതാവിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ അർത്ഥനകളായിട്ട് വരും. അത് കുറച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മക്കൾ ചോദിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് വലുപ്പത്തിലാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വെച്ചുകൊണ്ട് ഈ ദൈവ മക്കൾക്ക് വേണ്ടി ഓരോ കാര്യവും നേടിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും വിശുദ്ധ ബെർക്കുമൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരോ നിങ്ങൾ അനുഗ്രഹീതരാണ്. നാം പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് ഒത്തിരി സുരക്ഷിതരാ. എന്ന് വെച്ചാൽ നമ്മൾ അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ച വലിയൊരു ഗുണം എന്നറിയാം, നമ്മൾ സുരക്ഷിതരായി തീരും. അത് ഒരിക്കലും ദൈവപിതാവ് എതിർക്കില്ല. കാരണം അത് അങ്ങനെ ഒരു ബന്ധം കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ മക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ഈ പൈശാചിക ശക്തി കെട്ടഴിയാൻ മക്കളെ നിങ്ങൾ സമർപ്പിച്ച്, ഇത്രയും നല്ലൊരു മധ്യസ്ഥ നമ്മുടെ ഇടയിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ആരെയാണ് നീ ഭയപ്പെടുന്നത്? ഏതാണ് നമുക്ക് കിട്ടാതെ വരുന്നത്? ഇടയ്ക്ക് എല്ലാ കാര്യവും ചോദിച്ചു വാങ്ങി തരാനായിട്ട് ശക്തിയുള്ള ഒരാള്, ചോദിച്ചാൽ സ്വർഗത്തെ നിഷേധിക്കാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ ഫ്രണ്ടില്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ലയോ 13 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതും, ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ യാചിക്കുന്നതും പരിശുദ്ധ അമ്മ വഴിയായിട്ടോ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോടോ ചേർന്നായിരിക്കണം. കാരണം അപ്രകാരം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയോട് ചേരുമ്പോഴും അത് ദൈവസന്നിധിയിൽ ഏറ്റവും മാധുര്യമുള്ള പ്രാർത്ഥനയായിട്ട് അവസ്ഥയായിട്ട് മാറുമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയുടെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിന്റെ പ്രാർത്ഥനയാൽ താങ്ങി നിൽക്കുന്നു. പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭയുടെ എല്ലാ ലിറ്റർജി പ്രാർത്ഥനയും സഭയുടെ എല്ലാ കുദാശകളും പരിശുദ്ധ അമ്മയ്ക്കും ബഹുമാനവും യാചനയും കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ യാചനയാണ് എന്ന്. നിങ്ങൾ മാമോദീസ പരിശോധിച്ച് നോക്കിക്കേ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നുണ്ട്. പരിശുദ്ധ കുർബാന, അതുപോലെ കുംഭസാരം, രോഗീലേപനം, എല്ലാ ശുശ്രൂഷയിലും എന്തുണ്ട്? ലിറ്റർജിയില് ഈ അമ്മയുടെ എന്ന് വെച്ചാൽ ഈ അമ്മയോട് അത്രമാത്രം ഒരു ബഹുമാനം, അത്രമാത്രം ഒരു ആദരവ് പ്രിയപ്പെട്ടവരെ ദൈവം സ്വർഗം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യപ്രകാരമാണ്, മരണവേദന അനുഭവിക്കുന്നവർ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത്. ദുഃഖത്തിലും പീഡനത്തിലും കഴിയുന്നവർ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത്. കണ്ണുനീരോടെ കഴിയുന്ന മക്കൾ അമ്മയോടാണ് മാധ്യസ്ഥം തേടേണ്ടത്. എന്നിട്ട് പറയുവാണ് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്, സഭയിലെ ഓരോ വിശുദ്ധർക്കും ഓരോ പ്രത്യേക കാര്യത്തിൽ നമ്മെ സഹായിക്കാനുള്ള കൃപാവരം നൽകപ്പെട്ടിരിക്കുന്നു. മാതാവിനാകട്ടെ എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കാൻ കഴിയും. സഭയിൽ ഓരോ വിശുദ്ധർക്കും ഓരോ കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ അമ്മയ്ക്കോ എല്ലാ കാര്യത്തിലും. അതുകൊണ്ടാണ് പറയണേ, എല്ലാ പ്രാർത്ഥനയും അമ്മ വഴി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധർ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ സകല വിശുദ്ധരും ഒന്നിച്ചു ചേർന്ന് നമുക്ക് കൃപ മേടിച്ച് തരുന്നതിനേക്കാളും കൂടുതൽ കൃപ പരിശുദ്ധ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് തരാനായിട്ട് പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. മിസ്റ്റർ ബെനവഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനോട് ഒരു സഹായം അപേക്ഷിക്കുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഇതിനായിട്ട് സമർപ്പിക്കും, പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ തനിച്ചല്ല അമ്മ ചെയ്യുന്നത്, സകല വിശുദ്ധരെയും സകല മാലാഖമാരെയും സകല സ്വർഗവാസികളെയും തൻ്റെ കൂടെ ചേർത്തിട്ട് അവരുടെ പ്രാർത്ഥനയും കൂടി തൻ്റെ പ്രാർത്ഥനയിലോട് ചേർത്ത് വെച്ചിട്ട് അപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കും. അപ്പൻ അത് തരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കൃപ കിട്ടാൻ വേണ്ടി ഒരു വിശുദ്ധന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധൻ ചെയ്യുന്ന കാര്യം ഇതാദ്യം പോയിട്ട് അമ്മയോട് പറയും. കാരണം കൃപ വിതരണം ചെയ്യുന്ന വ്യക്തി അമ്മയാ. അപ്പൊ അമ്മയാണ് ഇത് കൊടുക്കുന്നത്. അമ്മയിൽ നിന്നാണ് ഈ കൃപ, ഈ വിശുദ്ധം മേടിച്ചിട്ട് ആർക്ക് നൽകുന്നത്? നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും മിസ്റ്റർ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തി വിശുദ്ധരോട് കൃപകൾ ചോദിക്കുമ്പോൾ അവ നേടിയെടുക്കാൻ പരിശുദ്ധ മറിയം കനിഞ്ഞില്ലെങ്കിൽ അത് പ്രയോജനരഹിതമായി തീരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്ഥാനം ചെറുതല്ല മക്കളെ, വലിയൊരു സ്ഥാനം. എന്ന് വെച്ചാൽ മധ്യസ്ഥയാ. അമ്മ കനിഞ്ഞില്ലെങ്കിൽ കിട്ടില്ല.
അപ്പൊ സകല കൃപകളും നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ മാധ്യസ്ഥം തേടിക്കേ അത് മുഴുവനും നമുക്ക് കിട്ടുവാന്നേ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധി അമ്മ എപ്പോ തൊട്ടാ മക്കളെ മാധ്യസ്ഥം നമുക്ക് വേണ്ടി മധ്യസ്ഥയായി നിൽക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച സമയം തൊട്ട് മരിച്ച് അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നോ ആ സമയം വരെ നമ്മുടെ കൂടെ മധ്യസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗസ്റ്റീന പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ഒരു വ്യക്തി ദൈവത്തോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഫിലിപ്പിനേരി പറയുന്ന കാര്യമുണ്ട്, ഒരു വ്യക്തി ആത്മീയതയിൽ വളരുവാനും നിലനിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മറിയത്തോടുള്ള ഭക്തിയിലും മാധ്യസ്ഥത്തിലും വളർന്നേക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഇൻസെന്റ് പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, തിന്മയുടെ അന്ത്യവും പുണ്യങ്ങളുടെ ആരംഭവും മറിയമാണ്. എന്ന് വെച്ചാൽ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് കിട്ടാൻ തുടങ്ങിയാൽ നമ്മളിലെ പാപം വിട്ടുപോകും, പുണ്യം നമുക്ക് ലഭിക്കും. 2, നമുക്ക് ആത്മീയതയിൽ വളരാനായിട്ട് പറ്റും. 3, ദൈവത്തോട് ഐക്യപ്പെടാനായിട്ടുള്ള ശക്തി ഈ മാധ്യസ്ഥരോട് നമുക്ക് മേടിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അനേകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തെ ഭയമാ. കാരണം ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് ഇനി എങ്ങനെയാ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്? അതിന്റെ പേരിൽ ഒത്തിരിയേറെ വ്യക്തികൾ നിരാശയിൽ കിടക്കുക, പാപമംഗലമായ അവസ്ഥയെ കിടക്കുക, തകർന്നു കിടക്കുക. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ കിടക്കുന്ന മക്കളോട് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുന്ന ഒരു ആത്മീയ രഹസ്യമുണ്ട്. മക്കളെ, നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അയോഗ്യതയുണ്ടെങ്കിൽ കുഞ്ഞെ നീ ഓടി എൻ്റെ അടുത്ത് വാ. വിശുദ്ധർ പറയുവാണ്, ഓടി പരിശുദ്ധി അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ നമ്മുടെ അയോഗ്യത നീക്കുന്നു. നമ്മൾ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അയോഗ്യരായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചിലപ്പോൾ എത്തിച്ചേരില്ല. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ അയോഗ്യരാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ നമ്മുടെ അയോഗ്യത നീക്കിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ നിരസിക്കില്ല എന്ന് മാത്രമല്ല, ദൈവം അനവധി കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധി അമ്മയുടെ വലിയൊരു സ്ഥാനം, അത് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ്. മനുഷ്യരെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്ന ഒരു കണികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധി അമ്മയെ നമ്മൾ ചേർത്ത് വിടുന്നു വെച്ചാൽ ദൈവമാതാവ് എന്ന നിലയിലും നമ്മുടെ അമ്മ എന്ന നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധി അമ്മ നമ്മളെ അനുരഞ്ജിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്ന ഒരു മധ്യവർത്തിയാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുന്ന വിശുദ്ധർ പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്രകാരമാണ്, പരിശുദ്ധി അമ്മ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മധ്യസ്ഥയായി എന്നല്ല, അല്ലെങ്കിൽ ഇനി മധ്യസ്ഥയാവില്ല എന്നല്ല, ദിവസവും എപ്പോഴും മധ്യസ്ഥയായിട്ട് നിൽക്കുക മാത്രമല്ല, അത് തുടർന്നു കൊണ്ടുപോകുന്നു. യേശുക്രിസ്തു എന്നുവരെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നുണ്ടോ അന്നുവരെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തുടരും. പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗാരോപണം ചെയ്ത ആ നിമിഷം ഈ കാണുന്ന മാധ്യസ്ഥ പരിപാടി നിർത്തിയില്ല, ദൗത്യം നിർത്തിയില്ല. മറിച്ച് ഒരു വ്യക്തി നിത്യതയോളം എത്തുന്നിടം വരെ ആ വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുഴുവനും അമ്മ മാതാവ് എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തി സ്വർഗത്തിൽ എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് മുഴുവനും അമ്മ മാതാവ് നിരന്തരം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തി, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എത്താനായിട്ട് ഏത് കൃപ ആവശ്യമുണ്ടോ ഇല്ലെങ്കിൽ ദൈവമായിട്ട് ഐക്യപ്പെടാനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് മുഴുവനും പരിശുദ്ധി അമ്മ നിരന്തരം ഈ വ്യക്തിക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മിൽ ക്രിസ്തു രൂപപ്പെടാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധി അമ്മയാണ് മാധ്യസ്ഥത്തിലൂടെ നമുക്ക് വാങ്ങിച്ചു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൊച്ചു കാര്യം ഇതാണ്, പരിശുദ്ധി അമ്മ സഭയുടെ മാതാവാണ്, മാനവരാശിയുടെ മാതാവാണ്, ദൈവമാതാവാണ്. പരിശുദ്ധി അമ്മ വിളി സ്വീകരിച്ചപ്പോൾ തന്നെ മാനവരാശിയുടെ സഭയുടെ മാതാവ് എന്ന ഒരു ദൗത്യമുണ്ട്. ആ കാണുന്ന ദൗത്യം കിട്ടാൻ കാരണം പരിശുദ്ധി അമ്മ ദൈവമാതാവായതുകൊണ്ടാണ്. അതിന് യോഗ്യത വർദ്ധിക്കാൻ കാരണം പരിശുദ്ധി അമ്മ അമലോത്ഭയായതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ വിശുദ്ധർ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, മഹാമധ്യസ്ഥ അല്ലെങ്കിൽ ശ്രേഷ്ഠ മധ്യസ്ഥ എന്ന. മഹാമധ്യസ്ഥ അല്ലെങ്കിൽ ശ്രേഷ്ഠ മധ്യസ്ഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം, കാനായിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ കാനായിലെ വീഞ്ഞ് തരുന്നതല്ലായിരുന്നു പ്രശ്നം. കാനായിൽ വീഞ്ഞ് തരാൻ ശക്തിയുള്ള ഒരു ക്രിസ്തു അവിടെ ഉണ്ട് എന്ന്
അറിയാതെ പോയതായിരുന്നു പ്രശ്നം. ഇത് നമ്മൾ മനസ്സിലാക്കണം. രക്ഷകൻ എവിടെയുണ്ട് എന്നും രക്ഷകൻ ആരാണ് എന്നും നമുക്ക് കാണിച്ചു തരുന്നതും പ്രദാനം ചെയ്യുന്നതും അമ്മയാ. ജീവിതത്തിൽ ഉടനീളം പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്, ആ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നത് പരിശുദ്ധി അമ്മയാ. രക്ഷകനെ തരുന്നതും രക്ഷകനെ കാണിച്ചു തരുന്നതും ഉത്തരം തരുന്നതും മധ്യസ്ഥയായിട്ട് നിരന്തരം നിന്ന് കൃപ മേടിച്ച് തരുന്നതും പ്രിയപ്പെട്ടവരെ ഈ അമ്മയാ. അതുകൊണ്ട് ഈ അമ്മയെ മറക്കല്ലേ. ഈ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് എപ്പോഴും തേടണം. അമ്മ അഭിഭാഷകയാ, അമ്മ ശക്തിയായ വക്താവാ, അതുപോലെ തന്നെ ഫലദായകമാ അമ്മയുടെ മാധ്യസ്ഥം. നമ്മുടെ മാധ്യസ്ഥം ഒരിക്കലും തള്ളിക്കളയില്ലാത്ത മാധ്യസ്ഥ ശക്തിയാ. ബലിജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, രണ്ടാമത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ടല്ലോ, മധ്യസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാ മക്കളെ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ചെയ്തേ. കാരണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പൊ എന്ത് ചെയ്യണം? ആ വ്യക്തിയുടെ അമ്മ ആരാ? പരിശുദ്ധി അമ്മയാ. അപ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മ ശക്തമായിട്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം. നമ്മൾ യാചനയും നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധി അമ്മ വഴി സമർപ്പിക്കുമ്പോൾ അമ്മ ദൈവ തിരുമുമ്പിൽ ഈ കാണുന്ന വ്യക്തിക്ക് വേണ്ടി ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കുക. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, മാധ്യസ്ഥം അത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഈശോയുടെ തിരുരക്തവും, രണ്ട് പരിശുദ്ധി അമ്മയുടെ രക്തക്കണ്ണീരും. ഇതുപോലെ തന്നെ ഈശോയുടെ സാഹോദര്യവും പരിശുദ്ധി അമ്മയുടെ മറിയത്തിന്റെ മാതൃത്വവും, ഇതുവഴിയാണ് മാധ്യസ്ഥം. പ്രിയപ്പെട്ട മക്കളെ, നമ്മളിവിടെ മനസ്സിലാക്കിക്കേ, ഈശോ ഒരു മകൻ നഷ്ടപ്പെട്ടാൽ ഈശോയ്ക്ക് എന്ത് വേദന ഉണ്ടാകുന്നു? തന്റെ സഹോദരൻ നഷ്ടപ്പെട്ടാൽ ഇതിനേക്കാളും വലിയ വേദനയാണ് അമ്മയ്ക്ക് ഒരു മകൻ ഒരു മകള് നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് നിരന്തരം മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാ നമുക്കുള്ള. അമ്മയെ ചേർത്ത് പിടിച്ചോണം, അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ തേടിക്കോണം. നമ്മളെപ്പോൾ ഓടിച്ചെന്നോ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കും. അതിനുള്ള കൃപ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്ക് കിട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം അമ്മ നമ്മളോട് സംസാരിക്കുന്ന ചെറിയ സന്ദേശം നമുക്ക് കേൾക്കാം. അതിനോട് ചേർന്ന് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ മക്കളെ, നിങ്ങളുടെ വിലയേറിയ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്റെ മക്കളാകാൻ. ഭാവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്റെ സന്തോഷമായിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളുമായി ഞാൻ ഐക്യപ്പെടുമല്ലോ. ഇപ്പോൾ നിങ്ങളെ നയിക്കാനും സംരക്ഷിക്കാനുമാണ് നിങ്ങളെ എന്നോട് ചേർത്ത് പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. എന്റെ ഹൃദയത്തെ സ്വീകരിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എനിക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളെ വിശുദ്ധിയിലെത്തിക്കുക എന്നത് മാത്രം. ഒന്ന് മനസ്സിലാക്കുക, സ്വർഗത്തിനും ഒരു ആഗ്രഹമുണ്ട്. അതും നിങ്ങളുടെ വിശുദ്ധിയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ തുറവിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ അമ്മയുടെ ചാരത്ത് അണയുക. നിങ്ങളുടെ ആഗ്രഹങ്ങളിലും ചിന്തകളിലും എന്റെ വിജയം നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എനിക്കും ഒരു വിശുദ്ധനല്ലെങ്കിൽ വിശുദ്ധയാകണമെന്ന് ആഗ്രഹിക്കുന്നു. വാക്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് 5 പ്രാവശ്യം ചൊല്ലും. പ്രവൃത്തിയിൽ ജീവിത വിശുദ്ധിക്ക് വേണ്ടി എന്റെ കണ്ണും നാവും നിയന്ത്രിക്കും. ഉപേക്ഷ വരുത്താതെ ഞാൻ എന്നെ പുകഴ്ത്തി സംസാരിക്കുകയില്ല. ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ, യേശു ദൈവപുത്രൻ. ആരാധന ആരാധന ആരാധന
ആരാധന ആരാധന ആരാധന ആരാധന ആരാധന ഈശോ ഈശോ ആരാധന ഈശോ ഈശോ ആരാധന ഈശോ ഈശോ ആരാധന ഹല്ലേലൂയ. യേശു ഏകരക്ഷകൻ രക്ഷകൻ യേശു ഏകരക്ഷകൻ രക്ഷകൻ യേശു ഏകരക്ഷകൻ രക്ഷകൻ യേശു പടമോ ഏകരക്ഷകൻ ആരാധന ആമേൻ ആമേൻ ആരാധന ഈശോ ഈശോ ആരാധന യേശു യേശു ആരാധന അപ്പായേ ആരാധന ഈശോ ഈശോ ആരാധന ഈശോ ഈശോ ആരാധന ഹല്ലേലൂയ. ആരാധന യേശു ദൈവ കുഞ്ഞാട് യേശു ദൈവ കുഞ്ഞാട് യേശു ദൈവ കുഞ്ഞാട് കുഞ്ഞാട് യേശു ദൈവ കുഞ്ഞാട് സ്വയേ ആരാധന ഭവോ ആരാധന 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 കരമുയർത്തി എല്ലാവരും വിളിക്കട്ടെ. ഈശോ യേശുവേ ഈശോ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിങ്ങളെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കണ്ടു പരിശുദ്ധയമ്മ മധ്യസ്ഥയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കേ, ബലിപീഠത്തിൽ ജീവിക്കുന്ന ക്രിസ്തു ഇരിക്കുക, നമ്മൾ അതിന് താഴെ നിപ്പുണ്ട്. ഈ നമ്മുടെയും ക്രിസ്തുവിൻ്റെയും ഇടയിൽ മുട്ടിന്മേൽ നിന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, അത്യാവശ്യങ്ങളും, വേദനകളും, സഹനങ്ങളും, സങ്കടങ്ങളും, കണ്ണീരും മുഴുവനും ശേഖരിക്കുക അമ്മ. എന്നിട്ട് ഈ അമ്മ ഈ കാണുന്ന മകന്റെ മുന്നിലേക്ക് വെക്കുക. അമ്മ വെക്കുന്ന കാര്യം മകൻ തള്ളിക്കളയില്ലാട്ടോ, ഉപേക്ഷിക്കില്ലാട്ടോ. എന്താ സമർപ്പിക്കാനുള്ള മക്കളെ? നിനക്ക് ഒത്തിരി ഭൗതിക കാര്യം കാണും, പക്ഷെ നീ നോക്കിക്കേ, നമുക്ക് ആദ്യം വേണം നമ്മുടെ ആത്മരക്ഷയല്ലേ. നമ്മുടെ ആത്മാവിനെ ഒന്ന് സമർപ്പിച്ച് അമ്മയുടെ കയ്യിലേക്ക്, നമ്മുടെ മക്കളുടെ ആത്മാവിനെ ഒന്ന് സമർപ്പിച്ച്, ജീവിത പങ്കാളിയുടെ ആത്മാവിനെ, സഹോദരങ്ങൾ, തലമുറകളുടെ ആത്മാവിനെ ഒന്ന് സമർപ്പിച്ചിട്ട് അമ്മയോട് പറ, അമ്മേ, ഈ ആത്മാവ് അശുദ്ധമാണ്, നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, കൃപ ചോർന്നു പോയ അവസ്ഥയിലാണ്. ഞങ്ങൾക്കായിട്ട് അമ്മേ ഒന്ന് അപ്പൻ്റെ മുന്നിൽ സമർപ്പിച്ച് കൃപ മേടിച്ചു തരണമേ, അനുഗ്രഹം ഒന്ന് മേടിച്ചു തരണമേ എന്ന് മനസ്സുരുകി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ. നമ്മൾ കണ്ടല്ലോ പരിശുദ്ധി അമ്മ മാതാവ് കാനായിൽ ചെയ്തൊരു കാര്യം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അത് മകനോട് പറയുന്നു. മകൻ പറയുന്ന കാര്യം പോയി പരിചാരകരോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമർപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അമ്മ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അമ്മ ഒത്തിരി വെളിപ്പെടുത്തൽ തരുന്നുണ്ട്, കുറേ കാര്യം ചെയ്യാൻ പറയുന്നുണ്ട്, ചിലത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അമ്മ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അമ്മയുടെ സ്വരം നമ്മൾ എന്നിട്ട് കേൾക്കാറുണ്ടോ? നമുക്ക് അമ്മയെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും അമ്മയോട്. അത് ഒത്തിരി ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ രഹസ്യത്തിലും ജപമാലയിൽ നമ്മൾ പ്രാർത്ഥിക്കും, നല്ലതാ. പക്ഷെ ഈ ജപമാല കഴിയുമ്പോൾ ഒരു മിനിറ്റ് ശാന്തതയിൽ ഇരുന്നിട്ട് ഞാനിത് പറഞ്ഞപ്പോൾ
അമ്മ എന്താ ഈശോയിൽ നിന്ന് നമ്മളോട് മേടിച്ചിട്ട് നമുക്ക് തന്നിട്ട് പറയുന്നേ എന്ത് ചെയ്യണമെന്ന്? അമ്മയുടെ സ്വരം കേട്ടോ? അമ്മ പറയണ കേട്ടോ? മകന്റെ ആവശ്യം വന്നിട്ട് പറഞ്ഞു തരുന്ന അമ്മയെ എന്തെങ്കിലും നമ്മൾ ശ്രവിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം മക്കളെ, പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് സമർപ്പിക്കാം. ദിവികാരുണ്യ ഈശോയിലേക്ക് സമർപ്പിക്കാം. നമുക്ക് 2 കാര്യം കിട്ടണം. 1, എൻ്റെ ഈ ആവശ്യങ്ങൾ സമർപ്പിക്കണം. 2, അമ്മ തരുന്ന സ്വരം, അമ്മ പറയുന്ന സ്വരം എനിക്ക് കേൾക്കാൻ പറ്റണം. 2 കരങ്ങൾ യാചനയോടെ പിടിക്കാം. യാചനയോടെ പിടിച്ച് ഞങ്ങൾക്ക് മധ്യസ്ഥയായിട്ട് നിന്ന്, അമ്മേ ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്ന് സാധിച്ചു തന്ന് അമ്മ സ്വർഗത്തിൽ എന്താണോ ഞങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്ന അതിനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഹിതം ഈ നിമിഷം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഒരു നിമിഷം മനസ്സുരുകി ആത്മാർത്ഥമായിട്ട് പാടി ഒന്ന് പ്രാർത്ഥിച്ച് അമ്മേ മധ്യസ്ഥെ കൃപ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഉള്ളുരുകി മനസ്സുരുകി പ്രാർത്ഥിക്കാം. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. അമ്മേ കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. ജീവന്റെ വെളിച്ചമായ നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയമല്ലേ. ഒരു നിമിഷം നമുക്ക് മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ ഒരു അമ്മയാ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മ. അമ്മ ശക്തയായ വക്താവ, നമുക്ക് വേണ്ടി നിരന്തരം അപ്പന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുക. ശക്തയായിട്ടുള്ള ഒരു അഭിഭാഷകയാ. പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിൽ വലതുഭാഗത്ത് ഈശോ ഉപവിഷ്ടനായിട്ടിരിക്കുന്ന സമയത്ത് ആ മഹത്വത്തോടു കൂടി ഇരിക്കുന്നത് മനുഷ്യത്വം സ്വീകരിച്ച ആ മനുഷ്യത്വം സ്വന്തമാക്കിയത് അമ്മയിൽ നിന്ന്. അതുകൊണ്ട് അമ്മ പറയുന്ന കാര്യം ഈശോയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വക്താവായ അഭിഭാഷകയായ അമ്മയുടെ സന്നിധിയിലേക്കൊന്ന് കൊടുത്ത് അമ്മേ ഇതാ ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ ജീവിതം തളർന്നിരിക്കുന്ന ഒരു ജീവിത, മനസാക്ഷി മരവിച്ചു പോയൊരവസ്ഥയാ, ഹൃദയം മന്ദീഭവിച്ച ഒരവസ്ഥയാ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാ. വന്നതേ അമ്മേ, പറ്റുന്നില്ല അമ്മേ. നിന്റെ അവസ്ഥയൊന്ന് സമർപ്പിച്ച്, നിനക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റാത്തതാകാം, ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകാം, ഒന്ന് പള്ളി പോകാനോ ഒന്ന് കുമ്പസാരിക്കാനോ പറ്റുന്നില്ല, ഒരു സന്തോഷം ജീവിതത്തിലില്ല, മക്കളോട് പോലും ഒന്ന് നന്നായിട്ടൊന്ന് മിണ്ടാൻ പറ്റുന്നില്ല. എന്റെ മക്കളെ, നമ്മൾ ഒത്തിരി തകർന്നും തളർന്നും ഇരിക്കുന്ന വ്യക്തിയാണോ? ഒത്തിരി സങ്കടപ്പുണ്ടോ ഉള്ളില്? നീ ഒരു കാര്യം ചെയ്തേ, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയോട് പറഞ്ഞേ, നിത്യസഹായ മാതാവാ, എപ്പോഴും മധ്യസ്ഥയാ. ആ മാതാവ് നമ്മുടെ കണ്ണീരൊപ്പം, നമ്മുടെ വേദന ഏറ്റെടുക്കും, നമ്മുടെ സങ്കടം ഏറ്റെടുക്കും, നമ്മുടെ അവസ്ഥ ഏറ്റെടുക്കും. നമുക്ക് സ്വർഗത്തിന്റെ സന്നിധിയിൽ നിന്നും എപ്പോഴും കൃപ മേടിച്ചു തരും. ആ സഹായം നൽകുന്ന അമ്മയുടെ മുമ്പിൽ 2 കരങ്ങൾ യാചനയോടെ പിടിച്ച് അമ്മേ ഞങ്ങൾക്കായിട്ട് ഈ നിമിഷം മധ്യവർത്തിയായി നിന്ന് ഒന്ന് മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ കണ്ണീരൊപ്പി ഞങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് മനസ്സുരുകി എല്ലാവരും ആഗ്രഹിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഞങ്ങളുടെ എല്ലാ രോദനങ്ങളും, ഞങ്ങളുടെ എല്ലാ വേദനകളും ഈ നിമിഷം ഒന്ന് സ്വീകരിക്കണേ അമ്മേ. പ്രാർത്ഥന ഉയരുന്നു, പ്രാർത്ഥന
പ്രിയപ്പെട്ട മക്കളെ, മധ്യവർത്തിയാകി മധ്യസ്ഥ ജീവിതം നയിക്കുന്നവരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന മക്കളാണ് നമ്മൾ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സഭയുടെ പ്രാർത്ഥന മുഴുവനും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ താങ്ങി നിർത്തപ്പെട്ടേക്കുക. സഭ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിയ കുദാശകളും ഓരോ ലിറ്റർജി പ്രാർത്ഥനകളും നടത്തുന്നത്. മരണവക്കിലായിരിക്കുന്ന മക്കൾ, ദുഃഖിതരായി കഴിയുന്നവർ അമ്മയുടെ മധ്യസ്ഥ തേടേണ്ടത്. പരിശുദ്ധ വിശുദ്ധർ മുഴുവനും കൃപ നമുക്ക് മേടിച്ചു തരുന്ന അമ്മ വഴിയാ. സകല കൃപകളും നിറഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിച്ച് നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നീ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ മുഴുവനും അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ച് നീ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ഇതിനേക്കാൾ ഒത്തിരി വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, മധ്യസ്ഥം വെക്കുന്ന ആളാണ് അമ്മ. കാരണം ആ വ്യക്തിയുടെ അമ്മയാ പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞ് നശിച്ചാൽ അമ്മയ്ക്കുള്ള വേദന അത്ര വലുതാ. നമ്മൾ നഷ്ടപ്പെടുന്ന കണ്ടാൽ അമ്മയുടെ വേദന വലുതാ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെടുന്ന കണ്ടാൽ അമ്മയുടെ വേദന വലുതാ. മക്കളെ, ആ അമ്മ അത്രയും വേദനിക്കുന്നുണ്ടെങ്കിൽ അമ്മ നമ്മുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അമ്മയാ ഈശോയെ കാണിച്ചു തരുന്ന, രക്ഷകനെ കാണിച്ചു തരുന്ന, ഉത്തരം നൽകുന്ന നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ എല്ലാ അപേക്ഷകളും യാചനകളും സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ പങ്കുചേരുന്നുണ്ട് അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്നവർ, എന്ത് ചെയ്യണമെന്നറിയത്തില്ല, നിരാശയ്ക്ക് അടിമപ്പെട്ടവര്, ആത്മഹത്യ വക്കിൽ കിടക്കുന്നവര്, അമ്മ അവരുടെ കൂടെയുണ്ട് എന്നൊരു ബോധ്യം കിട്ടിയാൽ, അമ്മ അവരുടെ തൊട്ടടുത്തുണ്ടെന്നൊരു ബോധ്യം കിട്ടിയാൽ, അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു ബോധ്യം കിട്ടിയാൽ നഷ്ടപ്പെടില്ല മക്കളെ. ഒരു നിമിഷം അവരേക്ക് സമർപ്പിച്ച് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട. അമ്മേ, പുണ്യം, പാപം ഉപേക്ഷിക്കാൻ ഞങ്ങൾ പലപ്പോഴും റെഡിയാ. പക്ഷെ പുണ്യത്തിൽ ജീവിക്കാൻ ഞങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും വീഴ്ച പറ്റിപ്പോവുക. പുണ്യം അഭ്യസിക്കാം. വിശ്വാസം, എളിമ, സ്നേഹം, ശരണം, ക്ഷമ, അനുസരണം, വിശുദ്ധിയിൽ നിലനിൽപ്പ്, ഇതൊക്കെ ഞങ്ങളിൽ അഭ്യസിക്കാനുള്ള കൃപ അമ്മ ഈ നിമിഷം ഞങ്ങൾക്കൊന്ന് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് ആ സഹായം നൽകുന്ന, ആ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുമ്പിൽ ഒരിക്കൽ കൂടി നമുക്ക് വിളിച്ചു പാടാം. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. മറിയമേ, പ്രാർത്ഥന ഉയരുന്നു പൂർണ്ണമായ അമ്മയുടേതാ പരിമളധൂപം പോ നിത്യസഹായ മാതാവേ, മറിയത്തിൽ നിന്നും കണ്ണീരൊപ്പുന്ന അമ്മേ, പ്രാർത്ഥന ഉയരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമ്മ വഴി വലിയ ഒരു കൃപയും അനുഗ്രഹവും കിട്ടാനായിട്ട് ദാഹിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. എന്നേരവും സ്തുതി ആരാധന. മക്കളെ, നമ്മൾ ആരും നിരാശപ്പെടണ്ട. കാരണം നമ്മുടെ തൊട്ടടുത്ത് നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിതം മുഴുവനും നീ മുന്നോട്ട് നയിച്ചോണം. വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഈ 4 രീതിയിലും എന്തൊക്കെ പുണ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ? സ്ക്രീനിൽ കാണിക്കുന്ന പുണ്യം ജീവിതത്തിൽ അഭ്യസിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ എനിക്കും ഒരു വിശുദ്ധനല്ലെങ്കിൽ വിശുദ്ധയാകണമെന്ന് ആഗ്രഹിക്കുന്നു. വാക്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് 5 പ്രാവശ്യം ചൊല്ലും.
പ്രവൃത്തിയിൽ ജീവിത വിശുദ്ധിക്ക് വേണ്ടി എൻ്റെ കണ്ണും നാവും നിയന്ത്രിക്കും. ഉപേക്ഷ വരുത്താതെ ഞാൻ എന്നെ പുകഴ്ത്തി സംസാരിക്കുകയില്ല. ദൈവം നമ്മളെല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. നീലക്കാപ്പ് കൊണ്ട് പൊതിയട്ടെ.